ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് വൃന്ദാവനമാണ്. ആതിര സാരിയൊക്കെ ഉടുത്ത് തൻ്റെ താലിമാല കയ്യിൽ പിടിച്ച് നോക്കുകയാണ്. തുടർന്ന് താലിമാല എടുത്ത് കഴുത്തിലേക്ക് ഇടുമ്പോൾ കൃത്യസമയത്ത് ആവണി വന്ന് കതകിൽ തട്ടുന്നു. ആവണിയെ കണ്ട് ഒരു ഞെട്ടലോടെ നിൽക്കുകയാണ് ആതിര. ആൻറ്റിയുടെ മുഖം കണ്ടിട്ട് എന്തോ കള്ളത്തരം ഒപ്പിച്ചതുപോലെ ഉണ്ടല്ലോ, എന്താ അതെന്ന് ചോദിച്ചുകൊണ്ട് ആവണി അകത്തേക്ക് കയറുകയാണ്. തുടർന്ന് ആവണിയുടെ കൈതട്ടി അവിടെയുള്ളൊരു ബോക്സ് താഴേക്ക് വീഴുകയാണ്. ഞാൻ നിന്നോട് പലവട്ടം പറഞ്ഞിട്ടുള്ളതാ എന്നെ ശല്യം ചെയ്യാൻ ഈ മുറിയിലേക്ക് വരരുതെന്ന്. അത്രയും പറഞ്ഞുകൊണ്ട് ആതിരയും ആവണിയും കൂടി സാധനങ്ങളെല്ലാം എടുത്തു വെക്കുമ്പോഴാണ് ആതിരയുടെ കഴുത്തിലെ താലി ആവണി ശ്രദ്ധിക്കുന്നത്. ഇത് താലിമാലയല്ലേ എന്ന് ആവണി ചോദിക്കുമ്പോൾ അല്ല, നിനക്ക് തോന്നിയതാണെന്ന് ആതിര പറയുന്നു. അല്ല, അത് താലിമാല തന്നെയാ. ഇത് കേൾക്കുന്ന ആതിര പറയുകയാണ്, താലിമാലയൊക്കെ തിരിച്ചറിയാൻ മാത്രം നീ വലുതായോ? എങ്കിലേ ഞാനൊരു കാര്യം ചെയ്യാം, പോയി അമ്മയെ വിളിച്ചു കൊണ്ടുവരാം. അപ്പോൾ അമ്മ പറയുമല്ലോ ഇത് താലിമാലയാണോ അല്ലയോ എന്ന്. ഇത് കേൾക്കുന്ന ആതിര ആവണിയെ പിടിച്ച് അകത്തേക്ക് കൊണ്ടുവന്ന് കതകിന് കുറ്റിയിടുകയാണ്. ഞാൻ നിന്നോട് സത്യങ്ങളെല്ലാം പറയാം, പക്ഷേ നീ ഇത് ആരോടും പറയാൻ പാടില്ല. ഇല്ല ആൻറ്റി, സത്യം പറ. തുടർന്ന് തൻ്റെയും സന്ദീപിൻ്റെയും വിവാഹം നടന്ന കാര്യം ആവണിയോട് പറയുകയാണ് ആതിര. ഞാനിത് ആരോടും പറയില്ല, പക്ഷേ കുറച്ച് പൈസ ചിലവാകും. ഇത് കേൾക്കുന്ന ആതിര പറയുകയാണ്, എൻ്റെ പൊന്നോ, നിനക്ക് വേണ്ടി പൈസ ചിലവാക്കുന്നതിന് ഒരു കുഴപ്പവുമില്ല. തുടർന്ന് കുങ്കുമച്ചപ്പെടുത്ത് ആതിരയ്ക്ക് നേരെ നീട്ടിയിട്ട് സിന്ദൂരം തൊടാൻ പറയുകയാണ് ആവണി. അങ്ങനെ അവർ രണ്ടുപേരും കൂടി ചേർന്ന് സിന്ദൂരം തൊട്ടുകൊണ്ടിരിക്കുമ്പോൾ മീര വന്ന് കതകിൽ തട്ടുകയാണ്. മീരയുടെ ശബ്ദം കേട്ട് ഞെട്ടലോടെ നിൽക്കുകയാണ് രണ്ടുപേരും. തുടർന്ന് ആതിരയോട് പോയി മറഞ്ഞു നിൽക്കാൻ പറഞ്ഞ് ആവണി കതക് തുറന്ന് പുറത്തേക്ക് ചെല്ലുന്നു. നിന്റെ ഡ്രസ്സ് വല്ലതും അതിൻ്റെ അകത്ത് കഴുകാനുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ലെന്ന് പറഞ്ഞ് മീര എങ്ങനെയൊക്കെയോ അവിടെ നിന്ന് പറഞ്ഞു വിടുകയാണ് ആവണി. അമ്മ പോയെന്ന് പറഞ്ഞ് ആവണി അകത്തേക്ക് ചെല്ലുമ്പോൾ ആതിര തൻ്റെ താലിമാല ഊരി വെക്കുകയാണ്. പിന്നീട് കാണിക്കുന്നത് അവന്തികയും നന്ദനയുമാണ്. ഇന്ന് രാവിലെ ഞാനൊരു സ്വപ്നം കണ്ടു, അപ്പോൾ നിങ്ങളോട് വന്ന് പറയാമെന്ന് കരുതി വന്നതാ. നിങ്ങളുടെ വീട്ടിലെ എല്ലാവരും എൻ്റെ സത്യങ്ങളെല്ലാം അറിഞ്ഞു. അവസാനം നിങ്ങളുടെ വീട്ടുകാരെല്ലാം ചത്തു വീഴുന്നതാ ഞാൻ സ്വപ്നം കണ്ടത്. ഇത് കേൾക്കുന്ന നന്ദൻ പറയുകയാണ്, പണ്ടായിരുന്നെങ്കിൽ അതോർത്ത് ഞാൻ പേടിച്ചേനെ, പക്ഷേ ഇപ്പം ഞാൻ എന്താണെങ്കിലും അങ്ങനെ പേടിക്കുന്നില്ല. എന്തെന്നാൽ നിനക്ക് പറ്റിയൊരു എതിരാളി തന്നെയാണ് അവിടെയുള്ളത്. ഇത് കേൾക്കുന്ന അവന്തിക ദേഷ്യത്തോടെ നന്ദൻ്റെ കഴുത്തിന് പിടിക്കുകയാണ്. അങ്ങനെ അവന്തിക കൈ മാറ്റിയിട്ട് പറയുകയാണ്, ഒരു മിനിറ്റും കൂടി എൻ്റെ കൈ അവിടെ ഇരുന്നിരുന്നെങ്കിലേ നിങ്ങളിപ്പോൾ ചത്ത് കിടന്നേനെ. അങ്ങനെ നന്ദൻ വെള്ളം ചോദിക്കുമ്പോൾ അവന്തിക നന്ദന് വെള്ളം കൊടുക്കാതെ സ്വയം വെള്ളം കുടിക്കുകയാണ്. തുടർന്ന് നന്ദൻ പറയുകയാണ്, നീ കണ്ട സ്വപ്നത്തിലെ ഒരു തിരുത്തുണ്ട്. നീ ഞങ്ങളെ ആരെയും ഒന്നും ചെയ്യാനേ പോകുന്നില്ല. ഇന്നല്ലെങ്കിൽ നാളെ ഒരു ദിവസം ഞാൻ ഇവിടെ നിന്ന് രക്ഷപ്പെടും. അതിനുശേഷം നിസ്സാരമായി നിന്റെ വലയിലേക്ക് ഞാൻ വന്ന് കയറില്ല. ഇത് കേൾക്കുന്ന അവന്തിക പറയുകയാണ്, അതിന് ഞാൻ നിങ്ങളെ കുറച്ച് ദൂരത്തേക്ക് മാറ്റാൻ പോവുകയാ. നിങ്ങൾക്ക് ഇനി ഒരിക്കലും നിങ്ങളുടെ രക്തബന്ധങ്ങളെ കാണാനേ സാധിക്കില്ല. ഇത് കേൾക്കുന്ന നന്ദൻ പറയുകയാണ്, നിന്റെ മനസ്സിലിരിപ്പ് എന്താണെങ്കിലും നിനക്ക് നടത്തിയെടുക്കാനേ സാധിക്കില്ല. അതിനു മുമ്പ് നീ കുഴിച്ച കുഴിയിൽ നീ തന്നെ വീഴും. അല്ലെങ്കിൽ അർച്ചനയുടെ മുമ്പിൽ അടിയറവ് പറഞ്ഞ് നീ സ്വയം ആത്മഹത്യ ചെയ്യുമെന്ന് നന്ദൻ പറയുമ്പോൾ ദേഷ്യത്തോടെ ഒരു ഇരുമ്പോടിയെടുത്ത് നന്ദനെ തല്ലുകയാണ് അവന്തിക. പിന്നീട് കാണിക്കുന്നത് വൃന്ദാവനമാണ്. മാഷിന് ചായ കൊണ്ട് കൊടുക്കുകയാണ് കമല. അതേസമയം പലിശക്കാരനും ഗുണ്ടകളും കൂടി അങ്ങോട്ടേക്ക് വരുന്നു. അനൂപില്ലേ ഇവിടെയെന്ന് ചോദിക്കുമ്പോൾ പുറത്തു പോയെന്ന് പറഞ്ഞ് മീര അങ്ങോട്ടേക്ക് വരികയാണ്. നിങ്ങളുടെ മകൻ എൻ്റെ കയ്യിൽ നിന്ന് കാശ് വാങ്ങിയിട്ടേ ഒരു മാസം പോലും പലിശ അടച്ചിട്ടില്ല. ഞങ്ങൾ ഇന്നെന്താണെങ്കിലും പണം വാങ്ങിച്ചിട്ടേ പോകത്തുള്ളെന്ന് ധനപാലം പറയുമ്പോൾ മീര പറയുകയാണ്, ഞങ്ങളുടെ കയ്യിൽ കാശുള്ളപ്പോൾ ഞങ്ങൾ തരാം, ഇപ്പം ഞങ്ങളുടെ കയ്യിൽ ഒന്നുമില്ല, കിട്ടുമ്പോൾ തരാം. ഇത് കേൾക്കുന്ന അയാൾ മീരയോട് ദേഷ്യപ്പെടുകയാണ്, നിന്റെ ഭർത്താവേ ഞങ്ങൾക്ക് 9 ലക്ഷം രൂപയാണ് തരാനുള്ളത്. അത് കിട്ടാതെ ഇന്ന് എന്താണെങ്കിലും ഞങ്ങൾ ഇവിടുന്ന് പോകാനേ പോകുന്നില്ലെന്നും അവർ പറയുന്നു. അതേസമയം അനൂപ് അങ്ങോട്ടേക്ക് വരികയാണ്. അനൂപിനോട് ധനപാലം പറയുകയാണ്, ഒന്നെങ്കിൽ എൻ്റെ 9 ലക്ഷം എനിക്ക് വേണം, അല്ലെങ്കിൽ ഈ വീടും സ്ഥലവും എൻ്റെ പേര് എഴുതി തരണം. ഇതിൽ ഏതെങ്കിലും ഒന്ന് നടക്കാതെ ഇന്ന് ഞാനിവിടെ നിന്ന് പോവുകയില്ല. ഇത് കേൾക്കുന്ന അനൂപ് ഒരു ഞെട്ടലോടെ അയാളെ നോക്കുകയാണ്. എന്ത് ചെയ്യണമെന്നറിയാതെ നിൽക്കുകയാണ് വൃന്ദാവനത്തിലുള്ളവർ. ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക നയൻസ് ക്രിയേഷൻസ്.